കേരളത്തിൽ വിജയകരമായി നടപ്പിലാക്കിയ ഒരു പദ്ധതി സംബന്ധിച്ചാണ് നിങ്ങളുമായി ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട എന്ന നിയോജക മണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട MLA-യുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 7 വർഷക്കാലമായി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് പറ്റാത്ത ഉറവയ്ക്കായി ജലസമൃദ്ധി. ഒരു നിയോജക മണ്ഡലം എന്ന നിലയിൽ ആ നിയോജക മണ്ഡലത്തിലെ 14 ചെറു നീർത്തടങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഓരോ ചെറു നീർത്തടങ്ങളിലും ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങളുടെ ശാസ്ത്രീയമായ പഠനം നടത്തി അതിൽ കണ്ടെത്തിയ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 7 വർഷക്കാലമായി ആ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കി വരികയാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കേരളം നമുക്കറിയാം. കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രകൃതിയും അതിൻ്റെ ചരിവും അതിൻ്റെ ലഭിക്കുന്ന മഴ വളരെ വേഗം നദികളിലൂടെ ഒഴുകി കടലിലേക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നമുക്ക് ഏകദേശം 3000 മില്ലിമീറ്റർ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും 48 മണിക്കൂറിനുള്ളിൽ ആ മഴവെള്ളം പൂർണ്ണമായും കടലിലേക്ക് ഒഴുകി പോകുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇത്രയും അധികം മഴ നമുക്ക് ലഭിച്ചിട്ടും കേരളത്തിലെ ഏകദേശം 1/3 ബ്ലോക്കുകൾ ഇപ്പോഴും സെമി ക്രിട്ടിക്കലായി നിലകൊള്ളുന്നത്. ഈ പദ്ധതി ആരംഭിക്കുന്ന സമയത്ത് ഈ കാട്ടാക്കട ഉൾപ്പെടുന്ന നേമം ബ്ലോക്കും അത്തരത്തിൽ ഒരു സെമി ക്രിട്ടിക്കൽ പ്രദേശമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 7 വർഷക്കാലം നമ്മൾ ശാസ്ത്രീയമായി നടത്തിയ ഇടപെടലിൻ്റെ ഫലമായി നമുക്കൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് നമ്മുടെ കാട്ടാക്കട നിയോജക മണ്ഡലത്തിൻ്റെ ഒരു അവസ്ഥ. ഏകദേശം 17,380 ഹെക്ടർ പ്രദേശമുള്ള ഏകദേശം 2 നദീതടങ്ങളിലായി 14 ചെറു നീർത്തടങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണിത്. അവിടെ കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഞാൻ അതിലേക്ക് വളരെ വിശദമായി പോകുന്നില്ല. പക്ഷേ ശാസ്ത്രീയമായ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ വേർതിരിച്ചറിഞ്ഞ് ആ ഓരോ ജലസ്രോതസ്സുകളിലും, അത് കുളങ്ങളാകട്ടെ, തോടുകളാകട്ടെ, ചെറു അരുവികളാകട്ടെ, അവയിൽ ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദമായ ഒരു പദ്ധതി രേഖ അത് വാർഡ് അടിസ്ഥാനത്തിലും ചെറുനീർത്തട അടിസ്ഥാനത്തിലും നമ്മൾ തയ്യാറാക്കിയിരുന്നു. ആ തയ്യാറാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻഗണനാക്രമം നിശ്ചയിച്ച് ശാസ്ത്രീയമായി എവിടെയാണോ ആദ്യം പ്രവർത്തനം നടത്തേണ്ടത് ആ പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായി തന്നെ കണ്ടെത്തി നടപ്പിലാക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു നമ്മൾ അവലംബിച്ചു വന്നത്. അതിൽ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ വകുപ്പുകളുടെ ഒരു രൂപമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 23 സർക്കാർ വകുപ്പുകളും പൊതുസ്ഥാപനങ്ങളും ചേർന്നുകൊണ്ടാണ് ഈ പ്രവർത്തനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്ലൈഡിൽ കാണിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ IB സതീഷ് സാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി നമ്മൾ ആരംഭിച്ചത്. പദ്ധതി ആരംഭിക്കുന്നത് ഒരു സർക്കാർ പദ്ധതിയായിട്ടല്ല വന്നത്. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട MLA-യുടെ സ്വപ്ന പദ്ധതി എന്ന നിലയിൽ ഈ സ്വപ്നം പങ്കുവച്ചതിന് ശേഷം അദ്ദേഹം വിവിധ വകുപ്പുകളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ഒരുമിപ്പിച്ച് കൊണ്ടുവന്ന് ശാസ്ത്രീയമായ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊണ്ടുവന്നത്. ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ അറിയാം, ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പദ്ധതിക്ക് പ്രത്യേകമായി ഫണ്ട് വിലയിരുത്താതെ ഒരു പദ്ധതി നമ്മൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ ഞാൻ മറ്റു കാര്യങ്ങൾ പിന്നീട് പറഞ്ഞു വരാം. ഇത് ആദ്യമായി നമ്മൾ തയ്യാറാക്കിയത് ഒരു വാട്ടർ റിസോഴ്സ് മാനേജ്മെൻറ്റ് പ്ലാനാണ്. അത് ശാസ്ത്രീയമായി തന്നെ സംസ്ഥാന ഭൂവിനിയോഗ ബോർഡിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് കുടുംബശ്രീയുടെ കൂടി സഹായത്തോടു കൂടി നമ്മളൊരു വിശദമായ പദ്ധതി തയ്യാറാക്കി. അത് ഓൺലൈൻ ലഭ്യമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് ഈ പദ്ധതിയിൽ ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം ഹരിത കേരള മിഷൻ ഇതിൻ്റെ പങ്കാളിയായിരുന്നു. ഇതിൽ മറ്റൊരു പ്രത്യേകത, നമ്മളൊക്കെ സാധാരണ പറയുന്നത് പോലെ സ്പേഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഒരിക്കലും വാചകത്തിൽ മാത്രം നിർത്തിയില്ല. അത് കൃത്യമായി ഒരു പ്ലാനിംഗ് നടത്തി സ്ഥലപരമായ ആസൂത്രണം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ മുൻഗണനാക്രമം ശാസ്ത്രീയമായി നിശ്ചയിക്കാനും അതിലൂടെ ഏത് പ്രവർത്തനം ആദ്യ വർഷം നടപ്പിലാക്കണം, ആ പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ തന്നെ ഒരു പ്രവൃത്തിയുടെ ഏത് ഭാഗത്ത് ഇത് ആരംഭിക്കണം എന്ന രീതിയിൽ നമുക്ക് ശാസ്ത്രീയമായി ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചിരുന്നു. കൺവേർജൻസ് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ സാധിച്ചു. പ്രാദേശികമായി ചെയ്യാൻ കഴിയുന്ന ചെലവ് കുറഞ്ഞ പ്രവൃത്തികളാണ്. അത് ഞാൻ പറയാം, ഏതൊക്കെയാണെന്നുള്ളത് പറയാം. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വകുപ്പുകളും ഏകോപിച്ചായിരുന്നു ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത്. ജനകീയമായ പങ്കാളിത്തം വളരെ വലുതായിരുന്നു. അത് വിദ്യാർത്ഥികളും യുവജനങ്ങളും ഇതിന് ഒരു പ്രധാനപ്പെട്ട റോളിലേക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഒരു പദ്ധതി അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഒരു പദ്ധതി എങ്ങനെയാണ് ജനകീയമായി നടപ്പിലാക്കാൻ കഴിയുക എന്നതിൻ്റെ ഒരു ഉത്തമ മാതൃകയായിട്ടാണ് കാട്ടാക്കടയിലെ ജലസമൃദ്ധി പദ്ധതി നിലകൊള്ളുന്നത്. ഇപ്പോൾ നമ്മൾ 7 വർഷം കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് വിസിബിളായിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണാം. ഞാൻ അടുത്ത സ്ലൈഡിൽ വിശദമായി പറയാം. മാത്രവുമല്ല, പല വകുപ്പുകൾക്കും ഇപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായി തുക ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇറിഗേഷൻ വകുപ്പിന്, മണ്ണ് സംരക്ഷണ വകുപ്പിന്, ഭൂജല വകുപ്പിന്, അങ്ങനെ ഓരോ വകുപ്പുകൾക്കും ആ ഒരു ബഡ്ജറ്റിലേക്ക് ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ കഴിഞ്ഞു. മാത്രവുമല്ല, ഏറ്റവും സന്തോഷം നൽകുന്നൊരു കാര്യം, ഇത് വേൾഡ് റീകൺസ്ട്രക്ഷൻ കോൺഫറൻസ് ജനീവയിൽ നടന്ന വേൾഡ് റീകൺസ്ട്രക്ഷൻ കോൺഫറൻസിൽ ഈ പദ്ധതി ഏറ്റവും മികച്ച ഇൻ്റഗ്രേറ്റഡ് വാട്ടർ റിസോഴ്സ് മാനേജ്മെൻറ്റ് പദ്ധതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്.
ഇതാണ് അതിൻ്റെ തുടക്കം. ഇങ്ങനെയാണ് നമ്മൾ അതിനൊരു തീം സോങ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ എല്ലാവരുടെയും റിംഗ് ടോൺ ആയി ഇതിൻ്റെ ഒരു പാട്ട് നമ്മൾ കൊണ്ടുവന്നു. ഈ പദ്ധതിക്ക് പ്രത്യേകമായി ലോഗോ നമ്മൾ ജനറേറ്റ് ചെയ്തു. ജനങ്ങളെ ഈ പദ്ധതിയുമായി യോജിപ്പിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കലാജാഥ അടക്കമുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇന്ന് വെച്ചാൽ നാട്ടിലെ ജനങ്ങളെ ഒരു ശാസ്ത്രീയമായ പദ്ധതിയിലേക്ക് എങ്ങനെയാണ് അടുപ്പിക്കാൻ കഴിയുക, ഇതായിരുന്നു നമ്മുടെ ആദ്യ ലക്ഷ്യം. അപ്പോൾ അതിന് ഉതകുന്ന രീതിയിലുള്ള എല്ലാ സംഘാടക സമിതി, ഇപ്പോൾ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ, പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ, വാർഡ് അടിസ്ഥാനത്തിൽ, നേതൃത്വ അടിസ്ഥാനത്തിലൊക്കെ സംഘാടക സമിതികൾ ഉണ്ടാക്കി. ഇസ്രായേലിൽ നിന്ന് നോക്കിയാൽ അറിയാം, ഈ യൂസർ ഇൻട്രാക്ഷൻ്റെ ഭാഗമായി നിരവധി യോഗങ്ങൾ, അത് അയൽക്കൂട്ട തലത്തിലാകട്ടെ അല്ലെങ്കിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിലാകട്ടെ, ആ രീതിയിൽ വിപുലമായ യോഗങ്ങൾ, അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്രത്യേകമായ യോഗങ്ങൾ, വിദ്യാർത്ഥി അസംബ്ലികൾ, അങ്ങനെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ അതിശക്തമായ രീതിയിൽ ആദ്യ 2 വർഷങ്ങളിൽ നമ്മൾ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഈ പദ്ധതി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. ഈ സ്ലൈഡ് നോക്കിയാൽ നിങ്ങൾക്കറിയാം എന്തെല്ലാം ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതായത് ജനങ്ങളെ ഈ പദ്ധതിയുമായി കൂടുതൽ കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ പദ്ധതി അല്ലെങ്കിൽ ജലസംരക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്താണ്, ഒരു തുള്ളി വെള്ളം നമുക്ക് സംഭരിച്ചാൽ നമുക്കുണ്ടാകുന്ന ഗുണമെന്താണ്, മഴവെള്ളം ശേഖരിച്ചാൽ ഉണ്ടാകുന്ന ഗുണമെന്താണ്, എങ്ങനെയാണ് ഭൂഗർഭജല വിധാനം ഉയർത്താൻ കഴിയുക തുടങ്ങിയ വിഷയങ്ങളെ കലാരൂപത്തിലും അല്ലെങ്കിൽ പെയിൻറ്റിംഗ് അടക്കമുള്ള മറ്റ് ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെയും ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാൻ നമുക്ക് സാധിച്ചു. മീഡിയ നമ്മളെ അതിശക്തമായി സഹായിച്ചു. ആദ്യ വർഷം മുതൽ തന്നെ ജനകീയമായ പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ കൂടുതൽ സ്ഥാപനങ്ങൾ ഈ പദ്ധതിയുമായി ഓരോ വർഷവും കൂടുതൽ അടുത്തു വരാൻ സാധിച്ചു. നിരവധിയായ പ്രവർത്തനങ്ങൾ, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ബോധവൽക്കരണ പ്രവർത്തനം അതിശക്തമായ നിലയിൽ താഴെ നടത്തി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. ഈ സ്ലൈഡ് നിങ്ങളോട് കാണിക്കുന്നത് എൻ്റെ ആക്ടിവിറ്റീസാണ്. അപ്പോൾ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആദ്യം ഏറ്റെടുത്തൊരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഫണ്ട് ഇല്ലാത്തൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏതെല്ലാം വകുപ്പുകളിൽ ഫണ്ട് ഉണ്ട് എന്ന് കണ്ടെത്തുകയായിരുന്നു ആദ്യത്തെ പ്രവർത്തനം. അങ്ങനെ കണ്ടെത്തി ചെറിയ പ്രവർത്തനങ്ങൾ നമ്മൾ ആദ്യഘട്ടത്തിൽ ഏറ്റെടുത്തു. അതിനെ തുടർന്ന് നമ്മൾ DPR തയ്യാറാക്കി. DPRകളിലൂടെ ഓരോ വകുപ്പുകളിലേക്കും പ്രൊജക്റ്റുകൾ സമർപ്പിച്ചു. അങ്ങനെ ആ പ്രൊജക്റ്റിൽ ആ വകുപ്പിൻ്റെ പ്ലാനിലേക്ക് വരുന്നു. ആ പ്ലാനിലൂടെ ആ പൈസ ലഭ്യമായി നമ്മൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നബാർഡ് പോലുള്ള വലിയ ഫണ്ടിങ്, ഇപ്പോൾ നമ്മൾ ഈ പദ്ധതിയിൽ തന്നെ നബാർഡിൻ്റെ ഏകദേശം ഒരു 16 കോടി രൂപ നമുക്ക് കിട്ടി. പിന്നെ അർബൻ അഗ്ലോമറേഷൻ പ്രൊജക്റ്റിനകത്ത് ഒരു 14 കോടി നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. PMKSYക്ക് അതൊരു 16 കോടി രൂപ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ നിരവധിയായ പ്രൊജക്റ്റുകളിലേക്ക് അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന ആവിഷ്കൃത പദ്ധതികളിലേക്ക് ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ഞാൻ ആദ്യം സൂചിപ്പിച്ച വാട്ടർ റിസോഴ്സ് മാനേജ്മെൻറ്റ് പ്ലാനിൽ വന്നിരിക്കുന്ന റെക്കമെൻഡേഷൻസിനെ പ്രൊജക്റ്റുകളായി മാറ്റി. അപ്പോൾ ഈ ഒരു റോൾ ചെയ്തത് ഈ പദ്ധതിയുമായി സംയോജിപ്പിച്ച് നിൽക്കുന്ന വിവിധ വകുപ്പുകളാണ്. അപ്പം വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ ഇതിനെ വളരെ ശാസ്ത്രീയമായി കണ്ടുകൊണ്ട് തന്നെ നിയന്ത്രണാടിസ്ഥാനത്തിൽ ഓരോ പ്രവൃത്തിയും ചെയ്യാൻ കഴിയുന്ന വകുപ്പുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് മണ്ണ് സംരക്ഷണ വകുപ്പാണെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തികൾ അവരുടെ പദ്ധതിയായി പ്ലാനിനകത്തേക്ക് കൊണ്ടുവരിക, ഭൂജല വകുപ്പിനാണെങ്കിൽ അവർ കൊണ്ടുവരിക, ഇറിഗേഷൻ വകുപ്പിൽ അത് കൊണ്ടുവരിക, അഗ്രി ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെ ഓരോ വകുപ്പുകൾക്കും കഴിയുന്ന രീതിയിൽ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടുവന്നത്. നിരവധിയായ പ്രവർത്തനം, ഞാൻ വിശദാംശങ്ങളിൽ പോയാൽ ഒരുപാട് സമയമെടുക്കും. ജലസമൃദ്ധി.com എന്ന് പറയുന്ന സൈറ്റിൽ നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വിശദമായി നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഒരു ജസ്റ്റ് നിങ്ങളുടെ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ വന്നിട്ടുള്ളതെന്ന് ഒന്ന് കാണിക്കുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് സാധാരണ ജനറൽ പബ്ലിക് അല്ലെങ്കിൽ സ്കൂൾ സ്റ്റുഡൻസ്, കോളേജ് സ്റ്റുഡൻസ്, NGOs ഇവരെല്ലാം ഈ പദ്ധതിയുടെ ഓരോ ഘട്ടങ്ങളിലും അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പദ്ധതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനീവയിൽ പരാമർശിക്കപ്പെടുമ്പോൾ അതിനകത്ത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പദ്ധതിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു കമ്മിറ്റ്മെൻറ്റ്. 2 എന്ന് പറയുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം. എങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഒരു ജനകീയ ജലസംരക്ഷണ പ്രവർത്തനത്തെ താഴെത്തട്ടിൽ വ്യാപകമായി കൊണ്ടുപോകുന്നതിന് സഹായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയാൻ കഴിയുന്നത് ഞങ്ങൾ വാട്ടർ പാർലമെൻറ്റ്, അതായത് ഏകദേശം 540 കുട്ടികളെ മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി തിരഞ്ഞെടുത്ത കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വാട്ടർ പാർലമെൻറ്റ് നടത്തി. അതിനുശേഷം താഴെത്തട്ടിലേക്ക് വാട്ടർ അസംബ്ലീസ് നടത്താൻ സാധിച്ചു. അങ്ങനെ നിരവധിയായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കുട്ടികളുടെ സ്കൂൾ കുട്ടികളെയും ആശാവർക്കർമാരെയും ചേർത്തുകൊണ്ട് എല്ലാ വീടുകളിലെയും കിണറുകളിലെ ജലം നമുക്ക് ക്വാളിറ്റി ടെസ്റ്റ് നടത്താൻ സാധിച്ചു. അങ്ങനെ വിദ്യാർത്ഥികൾ പൂർണ്ണമായും ഈ പദ്ധതിയുടെ ഭാഗമായി പങ്കാളികളാകുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ കൊണ്ടുവന്നത്. ഈ ഒരു സ്ലൈഡ് അതിനകത്ത് ഒരു സ്ലൈഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഞാൻ. ഇപ്പോൾ ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സംബന്ധിക്കുന്ന സ്ലൈഡാണ്. ഇതുപോലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ്, സോയിൽ കൺസ്ട്രക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും ചെയ്യുന്ന പ്രവൃത്തികൾ നിരവധിയായിട്ടുണ്ട്. ഇപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സൈഡ് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം കൺവേർജൻസിൻ്റെ ഏറ്റവും മികച്ച ഒരു മാതൃകയായി നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഇപ്പോൾ കുളങ്ങളുടെ നവീകരണം, ഏകദേശം ഒരു 20ഓളം കുളങ്ങൾ നമുക്ക് ഇതിനോടകം നവീകരിക്കാൻ സാധിച്ചു. ചെക്ക് ഡാംസ്, സീരീസായി ചെക്ക് ഡാംസ് നമുക്ക് കൊണ്ടുവരാൻ. ഇപ്പോൾ ചെക്ക് ഡാമിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്കെല്ലാം ഒരു പ്രധാനമായും നമ്മുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു DPR ഉണ്ടാക്കി അത് അപ്രൂവ് ചെയ്ത് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോകുന്നതാണ്. ഇവിടെ ഞങ്ങൾ എടുത്തൊരു രീതി എന്താണെന്ന് വെച്ചാൽ മണ്ഡലത്തിൽ തന്നെയുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, ഇപ്പോൾ ട്രിനിറ്റി എഞ്ചിനീയറിംഗ് കോളേജിലെ
സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളെ കൊണ്ട് തോടുകളുടെ സ്ലോപ്പ് മെഷർമെൻറ്റ് കൃത്യമായി നടത്തി എവിടെയാണ് ഒരു കട്ടിംഗ് സ്ലോപ്പ് വരുന്നത്, ആ കട്ടിംഗ് സ്ലോപ്പ് വരുന്നിടത്ത് എവിടെയാണ് ചെക്ക് ഡാം വേണ്ടത്, അതിൻ്റെ ഹൈറ്റ് എത്രയാണ്, അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്താണ്, ഈ കാര്യങ്ങളെല്ലാം കുട്ടികളുടെ ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായി കൊണ്ടുവരികയും ആ കുട്ടികൾ തയ്യാറാക്കിയ ആ റിപ്പോർട്ട് എവിടെയാണ് ചെക്ക് ഡാംസ് വേണ്ടത് എന്ന സജഷൻസ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുകയും അവരത് ഫീൽഡ് പരിശോധന നടത്തി അവർക്കത് സാറ്റിസ്ഫാക്ടറി ആയതുകൊണ്ട് തന്നെ അവരുടെ പ്ലാനിലേക്ക് ആ പ്രൊജക്റ്റ് കൊണ്ടുവന്ന് അവരത് ചെയ്തു. അപ്പം വിദ്യാർത്ഥികൾ, ജനകീയത, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്നുകൊണ്ട് ചെയ്ത പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് നന്നായി കൊണ്ടുപോകാൻ സാധിച്ചു. ഇപ്പോൾ കുട്ടികളത് മറ്റ് തോടുകളിലേക്ക് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു ആദ്യമായി ജില്ലയിൽ ആദ്യത്തെ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീം നമുക്കവിടെ കൊണ്ടുവരാൻ സാധിച്ചു. അതിലൂടെ നമുക്ക് ഏകദേശം 50 ഏക്കറോളം നെൽകൃഷി തിരികെ കൊണ്ടുവരാൻ സാധിച്ചൊരു അവസ്ഥയുണ്ട്. നബാർഡിൻ്റെ സ്കീം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഞാൻ പറഞ്ഞു വന്നത് ഓരോ വകുപ്പുകൾക്കും ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങളെ ശാസ്ത്രീയമായി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡേറ്റ മുഴുവൻ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ ഒരു പ്ലാനിങ്, സ്പേഷ്യൽ പ്ലാനിങ് എന്നത് വളരെ ഫലപ്രദമായി താഴെത്തട്ടിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയാണിത്. അതിൻ്റെ റിസൾട്ട്സ് ആണ്, ഞാൻ അതിൽ വിശദമായി പോകുന്നില്ല. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പുതിയ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ നിയമം അടക്കം ഉൾപ്പെടുന്ന ബ്ലോക്ക് സേഫ് സോണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സെമി ക്രിട്ടിക്കലായിരുന്ന പ്രദേശത്തെ സേഫ് സോണിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് 7 വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങൾ സാധ്യമായത് എന്ന് പറയുന്നത് വെറുതെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പ്രവൃത്തിയായതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്ഥാപനം നടത്തിയ പ്രവൃത്തിയായതുകൊണ്ടല്ല. ഇവിടെ ഏകദേശം 22-ലധികം സ്ഥാപനങ്ങൾ ഒത്തൊരുമയോടുകൂടി ഒരുമിച്ച് ഒരു കൃത്യമായ ശാസ്ത്രീയമായ ഒരു പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതി എന്ന നിലയിൽ ഓരോ വകുപ്പിനും അതിൻ്റേതായ പങ്കുണ്ട്. ഇതിന് ശക്തമായ നേതൃത്വം കൊടുക്കാൻ നിയോജക മണ്ഡലത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ MLAക്ക് സാധിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെന്ന നിലയിൽ 6 ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റുമാർക്ക് സാധിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ 2 ഭരണസമിതികൾ, കാര്യം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ പ്രതിനിധികളും ഇപ്പോൾ വന്നു. അപ്പോൾ അങ്ങനെ 2 തദ്ദേശ സ്വയംഭരണ കാലഘട്ടത്തിലുള്ള പ്രതിനിധികൾ, MLA, ഉദ്യോഗസ്ഥർ എല്ലാവരും കൂടി ചേർന്ന് നടപ്പിലാക്കിയത് കൊണ്ടാണ് നമുക്ക് സാധ്യമായത്. ജനകീയമായി എടുക്കാൻ കഴിയുന്ന പരമാവധി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി. ഇതോടൊപ്പം തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് പാറ കവറിൽ നിന്നുള്ള, അപ്പോൾ അത് ഞാനതിലേക്ക് പോകുന്നില്ല, സമയമില്ലാത്തതിന് പോകുന്നില്ല. ഇതിൽ നമ്മൾ ഇപ്പോൾ ഈ സ്ലൈഡ് നോക്കിയാൽ നമുക്കറിയാം ഒരു വിസിബിൾ റിസൾട്ട്സ്, അതായത് നമുക്ക് ഫീൽഡിൽ കാണാൻ കഴിയുന്ന റിസൾട്ട്സ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ റിസൾട്ട്സിനേക്കാൾ കൂടുതൽ സന്തോഷം നൽകുന്നത് ആ പ്രദേശത്തെ വീട്ടിലെ വീട്ടമ്മമാർ അവരുടെ കിണറ്റിൽ വെള്ളമുണ്ട് എന്ന്, വർഷകാലം മുഴുവൻ വെള്ളം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ഈ പദ്ധതിയുടെ വിജയമായി നമ്മൾ കാണുന്നത്. അല്ലാതെ ശാസ്ത്രീയമായ ഒരു അടിത്തറയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ 40 പൊതുസ്ഥാപനങ്ങൾ നമ്മൾ കിണർ റീചാർജിങ് നടത്തി, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ റീചാർജിങ് നടത്തി. അതിൻ്റെ ഫലമായി നമുക്ക് ഒരു സ്ഥാപനത്തിൽ തന്നെ ഏകദേശം 16 ലക്ഷം ലിറ്റർ വെള്ളം ഒരു വർഷം റീചാർജ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇൻറ്റു 40 നിങ്ങൾ കൂട്ടി നോക്കിയാൽ അറിയാം എത്രയാണ് ഒരു വർഷം ഈ ഒറ്റ ആക്ടിവിറ്റി കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് ഇപ്പോൾ 327ഓളം കാർഷിക കുളങ്ങൾ. ഒരു കുളത്തിൽ 300 m³ വെള്ളം ശേഖരിക്കാൻ കഴിഞ്ഞാൽ പോലും എത്ര ലക്ഷം ലിറ്റർ വെള്ളമാണ് നമുക്ക് ഭൂമിക്ക് മുകളിലൂടെ ഒഴുകിപ്പോയ വെള്ളത്തെ ഇടപെടൽ കൊണ്ട് നമുക്ക് ഭൂഗർഭ ജലവിധാനമായി താഴേക്ക് കൊണ്ടുവരാനും ആ ഭൂഗർഭ ജലവിധാനം ഉയർത്താൻ കഴിഞ്ഞതും ഈ പദ്ധതിയുടെ ഭാഗമായി നമുക്ക് ചെയ്യാൻ സാധിച്ചാണ്. മറ്റൊരു കാര്യം, ഈ കുളങ്ങൾ നവീകരിച്ച് വീണ്ടും നവീകരിക്കുന്നതിന് പകരം നമ്മൾ എടുത്ത ഒരു നടപടി എന്ന് പറയുന്നത് നവീകരിക്കപ്പെട്ട കുളങ്ങളിൽ ഒരു ഇടപെടൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അതിന് നമ്മൾ കണ്ടെത്തിയ മാർഗ്ഗമാണ് ഇൻലൻഡ് ഫിഷറീസ്. ഇപ്പോൾ 6 കുളങ്ങൾ ആരംഭിച്ച ഇൻലൻഡ് ഫിഷറീസ് ഇപ്പോൾ 116 കുളങ്ങളിൽ അവിടെ സജീവമായി 117 കുളങ്ങൾ സജീവമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ 117 കുളങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ജലം, ആ കുളത്തിലെ ജലം ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, ഒരു കുളത്തിൽ നിന്ന് ശരാശരി ഒരു 1 ലക്ഷം രൂപ വരെ, 50,000 മുതൽ 1 ലക്ഷം 2 ലക്ഷം രൂപ വരെ വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് വന്നതുകൊണ്ട് തന്നെ ആ കുളം പൂർണ്ണമായി സംരക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. മാത്രമല്ല, ചെറിയ ഓരോ തോടുകളിലും ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ചെറിയ തടയണങ്ങൾ നിർമ്മിച്ച് ജലനിരപ്പ് നമുക്ക് ശാശ്വതമായി നിലനിർത്താൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഓരോ വകുപ്പുകളും ചെയ്തിട്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങളുണ്ട്. ഞാൻ എത്രത്തോളം ജസ്റ്റിസ് കാണിക്കാൻ പറ്റുന്ന എനിക്കറിയില്ല, പക്ഷേ സമയം പരിമിതമായതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഓരോ വകുപ്പുകളും, ഇപ്പോൾ ഭൂജല വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ, അവരെല്ലാ പൊതുസ്ഥാപനങ്ങളും ആർട്ടിഫിഷ്യൽ റീചാർജ് ചെയ്തു. ഇപ്പോൾ മണ്ണ് സംരക്ഷണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ 5 ചെറുനീർത്തടങ്ങളിൽ നീർത്തട വികസന പ്ലാനുകൾ തയ്യാറാക്കി. കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് ഏകദേശം 10 ഹെക്ടറോളം നെൽകൃഷി തിരികെ കൊണ്ടുവരാൻ സാധിച്ചു. അങ്ങനെ ഓരോ വകുപ്പുകൾക്കും ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ അവിടെ കൊണ്ടുവന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ നമ്മളതിനെ ഒരു കുറച്ചുകൂടി സയൻറ്റിഫിക് ആയിട്ട്, ഇപ്പോൾ ഇൻ്റർനെറ്റ് ബേസ്ഡ് അല്ലെങ്കിൽ IoT ഇനേബിൾഡ് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന നിലയിലേക്ക് നമ്മൾ ICFOSൻ്റെയും മുംബൈ IITയുടെയും നേതൃത്വത്തിൽ നമുക്ക് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ അടക്കം സ്ഥാപിച്ചുകൊണ്ട് ആ പ്രദേശത്ത് ഇപ്പോൾ 5-6 പഞ്ചായത്തുകളിലും പ്രത്യേകം ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ വെച്ചുകൊണ്ട് ഓരോ പഞ്ചായത്തിലും ഉണ്ടാകുന്ന കാലാവസ്ഥയുടെ വ്യതിയാനം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ അത് ഓൺലൈൻ ഡേറ്റയായി നമുക്ക് ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു. നമ്മൾ ഈ കുളങ്ങളിലെല്ലാം ഇപ്പോൾ 100 കുളങ്ങളിൽ സെലക്ട് ചെയ്ത കുളങ്ങളിൽ നമ്മൾ വാട്ടർ സ്കെയിൽസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കുളത്തിലും ഓരോ ദിവസവും വാട്ടർ ലെവൽ നമുക്ക് കൃത്യമായി മോണിറ്റർ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ആ സംവിധാനം നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അപ്പോൾ എത്രയാണ് വാട്ടർ ലെവലെന്നും എത്രയാണ് നമുക്ക് ലഭിക്കുന്നത്, അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു വാട്ടർ ബഡ്ജറ്റിംഗിലേക്ക്, അതായത് ശാസ്ത്രീയമായ ഒരു വാട്ടർ ബഡ്ജറ്റിംഗിലേക്ക് ഒരു മണ്ഡലത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള ഡേറ്റാബേസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ലഭ്യമാണ്.
ഇതിപ്പോൾ ഇതിലൂടെ തന്നെ ഈ ഡേറ്റ പൂർണ്ണമായി ഓൺലൈനിലേക്ക് വരുന്നുണ്ട്. പ്രാദേശികമായ ഒരു കാലാവസ്ഥ പ്രവചനത്തിന് ഒരു സാധ്യമാവുന്ന തരത്തിലേക്ക് IIT മുംബൈ അടക്കമുള്ള സ്ഥാപനങ്ങൾ ഇതുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ജനകീയമായി തുടങ്ങിയ ഒരു പ്രവൃത്തി ജനകീയ ജലസംരക്ഷണ പ്രവർത്തനം എന്നതിൽ നിന്ന് ഉപരിയായി ഇപ്പോൾ അതിൽ കുറച്ചുകൂടി ഒരു വൈഡർ സ്പെക്ട്രമായി മാറി അത് ശാസ്ത്രീയമായി നമുക്ക് പ്രാദേശികമായ കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് ആസൂത്രണം നടത്താൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് ഡേറ്റാബേസ് വന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ആരംഭിച്ചതെന്നാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത്. അതിൻ്റെ ഒരു ലൈഫ് സൈക്കിളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഒരു സ്വപ്നത്തിൽ നിന്ന്, ഒരു MLAയുടെ സ്വപ്നത്തിൽ നിന്ന് അത് ഒരു പ്ലാനായി മാറി. ആ പ്ലാനിൽ ആക്ടിവിറ്റീസ് വന്നു. ആ ആക്ടിവിറ്റീസ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓൺ ചെയ്യാൻ തുടങ്ങി. ഡിപ്പാർട്ട്മെൻറ്റ് കൺവേർട്ട് ചെയ്യാൻ തയ്യാറായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതിനോട് ചേർന്ന് വരാൻ തയ്യാറായി. പൊതുജനം ഇതിനോടൊപ്പം ചേർന്നു. അപ്പോൾ അതിൻ്റെ ഫലമായി റിസൾട്ട് ഉണ്ടായി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷം നൽകി. അതോടുകൂടി പൊതുജനമടക്കം ഇതിലേക്ക് കൊണ്ടുവന്നു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഇങ്ങനെ വന്നതിന് ഇതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ നിയോജക മണ്ഡലം നമുക്കിപ്പോൾ കാർബൺ ന്യൂട്രൽ കാട്ടാക്കട എന്ന രീതിയിലേക്ക് ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചു. കഴിഞ്ഞ 3 വർഷക്കാലമായി നമ്മൾ ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ 2019 നമ്മൾ ആരംഭിച്ച ഒരു ബേസ് സ്റ്റഡിയിൽ നിന്ന് 2025 5 വർഷത്തിന് ശേഷം നമ്മളൊരു സെക്കൻഡ് സ്റ്റഡി കാർബൺ ഓഡിറ്റിൽ നടത്തുമ്പോൾ എത്രമാത്രം കാർബൺ എമിഷൻ നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു എന്നും എത്രമാത്രം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് 2 റിപ്പോർട്ടുകളിൽ സാധിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ഒരു നിയോജക മണ്ഡലത്തിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ താൻ പ്രതിദാനം ചെയ്യുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായി എങ്ങനെയാണ് കൊണ്ടുവരാൻ കഴിയുക എന്നതിൻ്റെ ഒരു ഉത്തമ മാതൃകയായി കാട്ടാക്കട ഇന്ന് കേരളത്തിന് മുന്നിൽ മാത്രമല്ല, രാജ്യത്തിന് മുന്നിൽ മാത്രമല്ല, അന്തർദേശീയ തലത്തിലടക്കം ചർച്ചയാകുന്ന രീതിയിൽ ഒരു പദ്ധതിയായി മാറ്റാൻ സാധിച്ചു. ഈ സ്ലൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എത്രമാത്രം വകുപ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 7 വർഷക്കാലം തുടർച്ചയായി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിലാണ് നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളത് പോലെ ഇപ്പോൾ നമ്മുടെ ഓണം നമ്മുടെ പൂക്കളം എന്നൊരു ക്യാമ്പയിൻ കഴിഞ്ഞ 4 വർഷക്കാലമായി ആ നിയോജക മണ്ഡലത്തിലെ ഓണത്തിനാവശ്യമായ മുഴുവൻ പൂക്കളും ആ നിയോജക മണ്ഡലത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന 65 ഏക്കറിലധികം പ്രദേശം പൂക്കൃഷി ചെയ്യുന്നു. 100 ഏക്കറിലധികം പ്രദേശം പച്ചക്കറി കൃഷിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ലക്ഷക്കണക്കിന് തെങ്ങിൻ തൈ നമുക്ക് വെച്ചുപിടിപ്പിക്കാൻ സാധിച്ചു. നാടാകെ പ്ലാവ് എന്നൊരു ക്യാമ്പയിൻ്റെ ഭാഗമായി എല്ലാ വീടുകളിലേക്കും പ്ലാവും തൈ നമുക്ക്. അപ്പോൾ അങ്ങനെ, അതായത് ഒരു പദ്ധതി വിജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായി നിരവധിയായ പ്രവർത്തനം ഏറ്റെടുക്കാൻ സാധിക്കും. അതിലൂടെ ആ പ്രദേശത്തിൻ്റെ സമഗ്രമായ വികസനം, ശാസ്ത്രീയമായ വികസനം നമുക്ക് കെട്ടിടങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞതുപോലെ ബിൽഡിങ്ങുകൾ കെട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്ക് കൊണ്ടോ മാത്രമല്ല ഒരു വികസനം എന്നതും, ഒരു പ്രദേശത്തിൻ്റെ ശാസ്ത്രീയമായ അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങളെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് ജലസംരക്ഷണം ഒരു മുഖ്യ അജണ്ടയായി എടുത്തുകൊണ്ട് കഴിഞ്ഞ 7 വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി ആ നിയോജക മണ്ഡലത്തിലും ആ പ്രദേശത്തിനും ഉണ്ടായ മാറ്റങ്ങളാണ് നമ്മൾ ഈ സ്ലൈഡിലൂടെ കണ്ടത്. അപ്പോൾ തീർച്ചയായും ഈ പദ്ധതി ഇന്ന് കേരളത്തിലെ മറ്റ് പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. മറ്റ് ഇപ്പോൾ ഛത്തീസ്ഗഡ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ പ്രവർത്തനമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ഒരു നല്ല മാതൃകയായി വരുന്നു. തീർച്ചയായും നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഇതിൻ്റെ ഒരു കൂടുതൽ വിവരങ്ങൾ, വിശദമായ വിവരങ്ങൾ ജലസമൃദ്ധി.com എന്ന സൈറ്റിലും അല്ലെങ്കിൽ കാട്ടാക്കട LAC.com എന്ന സൈറ്റിനകത്തും നമുക്ക് ലഭ്യമാണ്. ഈ രീതിയിൽ ഈ പ്രവർത്തനം ഓരോ പ്രദേശത്തും ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ മാതൃകയായി മാറിയിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. ഇത് എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ഈ പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജലസമൃദ്ധി.com എന്ന സൈറ്റ് സന്ദർശിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു.